ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ച ഓട്ടോമോട്ടീവിൻ്റെ പുതിയൊരു ട്രെയിനിങ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നത് AMT ആണ്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊരു AMTയുടെ കൺട്രോൾ മോഡ്യൂളാണ്. AMT ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് സുസുക്കിയുടെയാണ്, സെലേറിയോ വണ്ടിയിൽ വരുന്ന AMT സിസ്റ്റമാണ്. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ്റെ ആക്ച്വേറ്റർ യൂണിറ്റ് ആണിത്. ആക്ച്വേറ്ററും കൺട്രോൾ യൂണിറ്റും എല്ലാം ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും എങ്ങനെയാണ്, എന്തൊക്കെ പാർട്സ് നമുക്ക് അതിനകത്ത് മാറാൻ പറ്റും, എങ്ങനെയാണ് നമ്മളത് മാറേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണ് AMT? AMT എന്ന് പറഞ്ഞാൽ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ആ പേരിൽ തന്നെയുണ്ട്, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. അതായത് നമ്മളുടെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് സാധാരണ ഗിയർ ബോക്സ്, അതായത് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് നമ്മളുടെ ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ ആ ഗിയർ ബോക്സിന്റെ മുകളിൽ നമ്മളുടെ ഈ കാണുന്ന യൂണിറ്റ് വെച്ചിട്ടുണ്ടാവും. ഈ യൂണിറ്റിന്റെ ജോലി എന്താണ്? ഇവനാണ് ക്ലച്ചിനെ ഓപ്പറേറ്റ് ചെയ്ത് ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. അതായത് ഡ്രൈവർക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ആ വാഹനം ഓടിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഈ കാണുന്ന യൂണിറ്റ് എന്ത് ചെയ്യും? അതിന്റെ ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യും, ഗിയർ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്ന AMT സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ AMT ആക്ച്വേറ്ററിന്റെ ജോലി. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് മോട്ടോർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു അക്യുമുലേറ്റർ വരുന്നുണ്ട്, അതിന്റെ റിസർവോയർ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ കൺട്രോൾ മോഡ്യൂൾ, ഇത് ഈ കാണുന്നതാണ് അതിന്റെ കൺട്രോൾ മോഡ്യൂൾ, നമ്മുടെ AMT കൺട്രോൾ മോഡ്യൂൾ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ, അതുപോലെ തന്നെ അതിന്റെ ഡിസ്മാൻഡ്ലിങ് അസംബ്ലിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നേരത്തെ നമുക്ക് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ്, ഈ പറഞ്ഞ യൂണിറ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് മാറണമായിരുന്നു. മുഴുവനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് ഫുൾ, ഇത്രയും സാധനം മാറി പുതിയ യൂണിറ്റ് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, നമുക്ക് ഇതിന്റെ ചൈൽഡ് പാർട്സ് അവൈലബിൾ ആണ്. ചൈൽഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ചെറിയ ചെറിയ കോമ്പണൻസ്, ഇതിനകത്ത് വരുന്ന ഓരോ കോമ്പണൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ കോമ്പണൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത് എന്നാണ് നമ്മളുടെ വീഡിയോയിൽ ഇന്ന് നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ AMT വാർണിംഗ് ലാമ്പ്. ഈ വാർണിംഗ് ലാമ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗിയർ ബോക്സ് സിസ്റ്റത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് AMT സിസ്റ്റം അഴിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ബാറ്ററി നെഗറ്റീവ് അഴിക്കണം. അതുപോലെ തന്നെ അതിനോടനുബന്ധപ്പെട്ട് നിൽക്കുന്ന വസ്തുക്കളൊക്കെ അഴിച്ചു മാറ്റിയാലാണ് നമുക്ക് നമ്മളുടെ ഗിയർ ബോക്സിന് മുകളിൽ നിന്ന് ആ AMT ആക്ച്വേറ്റർ അഴിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ AMT ആക്ച്വേറ്റർ യൂണിറ്റ്. നമുക്ക് ഇതിനകത്ത് കോമ്പണൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അതിനകത്ത് ഒരു റിസർവോയർ, ഹൈഡ്രോളിക് റിസർവോയർ ഉണ്ട്. ഇതൊരു ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റമാണ്. അതുകൊണ്ട് അതിനകത്ത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഉണ്ടാവും, അതുപോലെ ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ടാവും. ഇത് നമ്മളുടെ ഒരു മോട്ടറാണ്. ആ മോട്ടർ നമ്മളുടെ ഹൈഡ്രോളിക് പമ്പിനെ വർക്ക് ചെയ്യുന്ന മോട്ടറാണ്. ഇത് അക്യുമുലേറ്റർ എന്ന് പറയും. അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഹൈ പ്രഷർ ചേംബറാണ്. അതായത് നമ്മൾ ഈ ഓയിലിനെ ഹൈ പ്രഷറൈസ് ചെയ്ത് അതിനുള്ളിലാണ് വെക്കുന്നത്. ഓക്കെ, ഇനി ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ യൂണിറ്റ്. അത് അതിൻ്റെ വാൽവ് ബോഡിയും അതുപോലെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് നമ്മളുടെ TCM ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂളുമാണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂളിൽ രണ്ട് കണക്ടേഴ്സ്, കപ്ലേഴ്സ് ഉണ്ട്. ഒന്ന് ECM-ൽ നിന്ന് വരുന്നതും പിന്നെ താഴെ കാണുന്നത് നമ്മളുടെ ഇതിനകത്തുള്ള ആക്ച്വേറ്റേഴ്സിലേക്കും അതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള സെൻസേഴ്സിൽ നിന്ന് കൊടുത്തേക്കുന്ന ലൈനാണ് ആ കാണുന്ന ലൈൻ. ഇതാണ് നമ്മളുടെ ക്ലച്ചിൻ്റെ പിസ്റ്റൺ, ക്ലച്ച് കൺട്രോൾ പിസ്റ്റൺ എന്ന് പറയും. ഈ ക്ലച്ച് കൺട്രോൾ പിസ്റ്റനാണ് നമ്മളുടെ വാഹനത്തിലുള്ള ക്ലച്ചിനെ കൺട്രോൾ ചെയ്യുന്നത്. സാധാരണയുള്ള ഗിയർ ബോക്സ് ആണെങ്കിൽ നമ്മൾ മാനുവൽ ഗിയർ ബോക്സിൽ എന്താ ചെയ്യുക, നമ്മളുടെ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ക്ലച്ച് ലിവർ ഉണ്ടാവും. അത് നമ്മൾ ചവിട്ടുമ്പോഴാണ് ക്ലച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മളുടെ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് AMT ആക്ച്വേറ്ററിൻ്റെ ഉള്ളിലുള്ള ലിവറാണ് ഈ കാണുന്നത്. ഇതിനെ നമ്മൾ ക്ലച്ച് കൺട്രോൾ പിസ്റ്റൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലച്ച് കൺട്രോൾ പിസ്റ്റനാണ് അത് കൺട്രോൾ ചെയ്യുക. ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ക്ലച്ച് കൺട്രോൾ പിസ്റ്റൺ, സെലക്ട് കൺട്രോൾ പിസ്റ്റൺ, അതുപോലെ തന്നെ ഷിഫ്റ്റ് കൺട്രോൾ പിസ്റ്റൺ. ഈ നടുക്ക് കാണുന്നതാണ് സെലക്ട് കൺട്രോൾ പിസ്റ്റൺ. അപ്പോൾ സെലക്ട് കൺട്രോൾ പിസ്റ്റൺ നമ്മളുടെ ഗിയറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഈ സൈഡിൽ കാണുന്നതാണ് ഷിഫ്റ്റ് കൺട്രോൾ പിസ്റ്റൺ, അതാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ നോർമലി നമ്മളുടെ മാനുവൽ ഗിയർ ബോക്സിൽ നമ്മൾ കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ AMT സിസ്റ്റത്തിൽ ആരാ ചെയ്യുന്നത്? ഈ AMT ആക്ച്വേറ്ററാണ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ പിസ്റ്റൺസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 പിസ്റ്റൺ ആണുള്ളത്. ക്ലച്ച് കൺട്രോൾ പിസ്റ്റൺ, അതുപോലെ സെലക്ട് കൺട്രോൾ പിസ്റ്റൺ, ഷിഫ്റ്റ് കൺട്രോൾ പിസ്റ്റൺ. അപ്പോൾ ഈ സിസ്റ്റം നമുക്കിനിയും ഒന്ന് അഴിച്ച് എങ്ങനെയാണ് ഇത് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലൂയിഡ്, ഇതിനകത്തുള്ള ഹൈഡ്രോളിക് ഓയിൽ നമുക്ക് മാറ്റണം.
അപ്പോൾ അത് ആദ്യം ഒരു ട്രേയിലേക്ക് നമുക്ക് ഊറ്റിയിട്ട് അതിനുശേഷം നമുക്ക് ഓരോ കോമ്പണൻസ് ആയിട്ട് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വരുന്ന ഹൈഡ്രോളിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അതിന് പാർട്ട് നമ്പർ ഉണ്ട്. നമുക്ക് സുസുക്കിയുടെ ഒറിജിനൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അവൈലബിൾ ആണ്. ആ ഓയിലിന് ഒരു പാർട്ട് നമ്പർ ഉണ്ട്. ആ പാർട്ട് നമ്പർ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇതാണ് ഓയിലിൻ്റെ പാർട്ട് നമ്പർ. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 550 ml ആണ്. 550 ml ആണ് അതിൻ്റെ കപ്പാസിറ്റി, ടോട്ടൽ കപ്പാസിറ്റി വരുന്നത്. അത്ര ഒഴിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഓയിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കണക്ടേഴ്സ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. മോട്ടറിലേക്ക് ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലച്ച് കൺട്രോൾ പിസ്റ്റൻ്റെ മുകളിൽ അതിനകത്തൊരു സെൻസർ ഉണ്ട്. അതിൻ്റെ സെൻസറിൻ്റെ കണക്ടർ ഊരി മാറ്റാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ TCM ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂളിൽ നിന്ന് വരുന്ന മെയിൻ കണക്ടറും ഊരി മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് T30 നമ്മളുടെ T30 ടൂൾ എടുക്കുക. ടൂളെടുത്ത് T30 സോക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മളുടെ 4 സ്ക്രൂസ് ആണ് ഇതിൽ വരിക. അതായത് നമ്മളുടെ റിസർവോയറിന് 4 സ്ക്രൂസ് ഉണ്ട്. ആ 4 സ്ക്രൂസും അഴിച്ചു മാറ്റാം. 3 സ്ക്രൂ മുകളിലും ഒരു സ്ക്രൂ താഴെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടിയിലത്തെ സ്ക്രൂ ഊരാതെ ഒരു കാരണവശാലും നമ്മൾ ഇത് വലിച്ച് പൊക്കാൻ നോക്കരുത്, ഒടിഞ്ഞു പോകും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അഴിക്കുമ്പോൾ. 4 സ്ക്രൂസാണ് കൊടുത്തിട്ടുള്ളത്. 4 സ്ക്രൂസും അഴിച്ച് മാറ്റാം. ഓക്കെ, ഇനി അടിയിലുള്ള സ്ക്രൂ നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെയായിട്ട് നമുക്ക് അടിയിലൊരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ ആ സ്ക്രൂവും കൂടി അഴിച്ചു മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ റിസർവോയർ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി റിസർവോയർ റിമൂവ് ചെയ്യാം. ഓക്കെ, സിമ്പിളായിട്ട് പൊക്കിയാൽ മതി, അതിങ്ങനെ പോരും. അപ്പോൾ ഇതിന് അടിയിലൊരു ഓറിങ് ഉണ്ട്. അതായത് ഓയിൽ പുറത്തേക്ക് ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓറിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്ത് വെക്കുമ്പോഴും അതുപോലെ തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഓറിങ് മിസ്പ്ലേസ് ആയി പോവാതിരിക്കാൻ നോക്കുക. നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ മോട്ടർ, അതായത് പമ്പിൻ്റെ മോട്ടറാണ്, ഇലക്ട്രിക് മോട്ടറാണ്, അത് നമുക്ക് ഊരിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് മോട്ടർ 3 സ്ക്രൂസാണ് കൊടുത്തിട്ടുള്ളത്. T20 ആണ് ടൂൾ വേണ്ടത്. T20 സോക്കറ്റ് എടുക്കുക, എന്നിട്ട് അത് അഴിച്ചു മാറ്റുക. വളരെ സിമ്പിളായിട്ട് അത് അഴിക്കുക. മുകളിൽ 3 സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ താഴെ നമ്മളുടെ പമ്പിന് 2 സ്ക്രൂസ് വരുന്നുണ്ട്. ആ പമ്പിൻ്റെ 2 സ്ക്രൂസും കൂടെ അഴിച്ചാൽ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായിട്ട് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ പുറകിലുള്ള പമ്പ്, ഇതാണ് നമ്മുടെ പമ്പ്, ആ ചെറിയൊരു അലുമിനിയത്തിൻ്റെ കട്ട, ആ പമ്പിൻ്റെ ഡയഗണലിൽ ഇരിക്കുന്ന 2 സ്ക്രൂസും കൂടെ അഴിക്കുക. അഴിച്ചു മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ പമ്പിങ് റിമൂവ് ചെയ്തെടുക്കാം. ആദ്യം ഫസ്റ്റ് പമ്പ് അഴിച്ചെടുക്കുക. ആ പമ്പ് ഊരി മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പമ്പ്. ഈ പമ്പാണ് നമ്മളുടെ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്ത് അക്യുമുലേറ്ററിലേക്ക് വിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പറഞ്ഞ ഓറിങ്ങും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ അഴിച്ചെടുക്കുന്ന സാധനം ആണ് ഓൾഡ് ഹാം ജോയിൻ്റ് എന്ന് പറയും. ഓൾഡ് ഹാം ജോയിൻ്റ്, ഈ ഓൾഡ് ഹാം ജോയിൻ്റ് ആണ് നമ്മളുടെ മോട്ടറിനും ഈ പമ്പിനും ഇടയ്ക്ക് ഡ്രൈവ് കൊടുക്കുന്നത്. ഇതാണ് ആ കണക്ടർ. അപ്പോൾ ഇത് ഒരു ഫൈബർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മോൾഡഡ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമ്മൾ മോട്ടർ മാറുന്ന കൂട്ടത്തിൽ ഇതും കൂടെ മാറണം. ഓക്കെ, ഓൾഡ് ഹാം ജോയിൻ്റ്. അപ്പോൾ അതും സേഫ് ആയിട്ട് എടുത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പഴയ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ട്രെയിനിങ് വീഡിയോ ആയതുകൊണ്ട് നമ്മൾ പുതിയ പാർട്സ് അല്ല ഉപയോഗിക്കുന്നത്, പഴയ പാർട്സ് ആണ്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. ദെൻ ഇതാണ് നമ്മളുടെ മോട്ടർ നമ്മൾ റിമൂവ് ചെയ്തെടുത്തു. ഈ മോട്ടർ റിമൂവ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ഒരു സ്പോഞ്ച് ഉണ്ട്. ഈ സ്പോഞ്ച് കണ്ടോ, ആ സ്പോഞ്ച് കൊടുത്തിരിക്കുന്നത് അതിന് കൂളിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഗ്രൂവ് ഉണ്ട് അവിടെ, അതിനകത്താണ് ആ സ്പോഞ്ച് ഇരിക്കുന്നത്, പൊടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ സ്പോഞ്ച് നമുക്ക് പുതിയ മോട്ടർ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും. അപ്പോൾ ഇതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ മാറണം. അപ്പോൾ പുതിയ മോട്ടർ വരുന്നതിൻ്റെ കൂടെ ഈ സ്പോഞ്ച് ഉണ്ടാവും. അപ്പോൾ ആ സ്പോഞ്ച് മാറണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് T30 ടൂൾ എടുക്കുക. T30 ആണ് ടൂള്. T30 സോക്കറ്റ് എടുക്കുക അഗെയിൻ. ഇനി നമുക്ക് ഇതിൻ്റെ ടവർ, അതായത് നമ്മളുടെ ആക്ച്വേറ്റർ ടവറാണ് നമ്മൾ ഊരാൻ പോകുന്നത്. ആക്ച്വേറ്റർ ടവർ പ്ലസ് അതിൻ്റെ TCM ഇരിക്കുന്ന ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂളിൽ ഇരിക്കുന്ന ടവർ നമ്മൾ റിമൂവ് ചെയ്യാണ്. 3 സ്ക്രൂസാണ് വരുന്നത്. നല്ല നീളമുള്ള 3 സ്ക്രൂസാണ് വരിക. അത് റിമൂവ് ചെയ്തെടുക്കുക. അതിൻ്റെ ലെങ്ത് നോക്കിക്കോണം. 2 ലെങ്ത് കൂടുതൽ, 1 ലെങ്ത് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആക്ച്വേറ്റർ ടവറും നമ്മളുടെ ഈ ബോഡിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു
നോർമൽ അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസ് ആണ് രണ്ടിൻ്റെയും. ആ സ്മൂത്ത് സർഫസിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ വേറെ ഒരു ഗ്യാസ്കറ്റോ അല്ലെങ്കിൽ ഒരു പേസ്റ്റോ കാര്യങ്ങളോ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് നമ്മളുടെ ആ പിസ്റ്റൺ ഉണ്ടോ, സെലക്ട് പിസ്റ്റണും ഷിഫ്റ്റ് പിസ്റ്റണും. ഈ 2 പിസ്റ്റൺ ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അതൊരു മെയിൻ ബോഡിയാണ്, അതാണ് അതിൻ്റെ മെയിൻ മോഡ്യൂളാണ് അത്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ അതിനകത്ത് പേസ്റ്റോ കാര്യങ്ങളോ ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മളുടെ ക്ലച്ച് കൺട്രോൾ പിസ്റ്റണാണ്. ക്ലച്ച് കൺട്രോൾ പിസ്റ്റൻ്റെ എൻഡിൽ വരുന്ന നമ്മൾ ലിവറിലേക്ക് ലോക്ക് ചെയ്യുന്ന ലോക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഊരിയെടുത്തേക്കുന്നത് കണ്ടോ, അതിനിടയ്ക്ക് ഒരു സ്ലോട്ട് ഉണ്ട്, ഒരു വെട്ടുണ്ട്. അത് ജസ്റ്റ് അതിനകത്തൊരു കയറ്റിയിട്ടിട്ട് ഈ പൊസിഷനിലാണ് കയറ്റേണ്ടത്. നേരെ അങ്ങോട്ട് കയറ്റുക, എന്നിട്ട് ഇങ്ങോട്ട് വലിച്ചാൽ മതി, അപ്പോൾ അത് ലോക്ക് ആയിക്കോളും. ഓക്കെ ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മളുടെ ലിവറിൽ കണക്ട് ചെയ്യുന്ന പോർഷൻ. ദെൻ അഗെയിൻ T20 ടൂള് എടുക്കുക. T20 ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ സെൻസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് കൺട്രോൾ പിസ്റ്റൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സെൻസറാണ്. അപ്പോൾ ക്ലച്ച് പൊസിഷൻ അറിയാനുള്ള സെൻസറാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ കപ്ലർ നമ്മളുടെ TCM നിന്ന് വരുന്ന കപ്ലറാണ് അവിടെ കണക്ട് ചെയ്യുക. നമുക്കത് റീഫിറ്റ് ചെയ്യാം. ദെൻ നമുക്ക് വാൽവ് ബോഡി ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ കോമ്പണൻസ് ആയിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. അപ്പോൾ അസംബ്ലിങ്ങിൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക. ഫുള്ള് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം, പൊടിയും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അസംബിൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സർഫസിൽ, അതായത് ഈ വാൽവ് ബോഡിയുടെ മെയിൻ ടവറും വാൽവ് ബോഡിയും തമ്മിലുള്ള ആ സർഫസ് രണ്ടും നല്ല ഫിനിഷിംഗ് ആണ്. ഇതിനകത്ത് യാതൊരുവിധമായ പേസ്റ്റോ ലിക്വിഡ് ഗ്യാസ്കറ്റോ അല്ലെങ്കിൽ അല്ലാതെ നോർമൽ ഗ്യാസ്കറ്റോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇത് ഫുള്ളി ക്ലീൻ ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് ഇറക്കി വെച്ചാൽ മതി. നമ്മൾ അതിനിടയ്ക്ക് വേറൊരു സാധനം ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ലീക്ക് ആവാനും ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. അതുകൊണ്ട് അതിനകത്തൊന്നും ചെയ്യാനില്ല. അലുമിനിയം ബോഡീസാണ്. അപ്പോൾ അത് നന്നായിട്ട് മെഷീൻ ചെയ്തിട്ടുള്ള അലുമിനിയം ബോഡിയാണ്, പോളിഷ്ഡ് ആണ്. നമ്മൾ അങ്ങനെ ഇറക്കി അങ്ങ് വെച്ചാൽ മതി, അത് കറക്റ്റായിട്ട് ഫിക്സ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അത് നേരെ വെർട്ടിക്കലായിട്ട് ഇറക്കി വയ്ക്കുക. അതിൻ്റെ ബോൾട്ടുകൾ ഇടുക. ബോൾട്ട് ഇട്ടിട്ട് ടോർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അവിടെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂൾ നമുക്ക് ഈ വാൽവ് ബോഡിയുടെ മുകളിൽ നിന്ന് ഊരിയെടുക്കാം. ഈ ടവറിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് TCM ഊരിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു 4 ബോൾട്ട് വരുന്നുണ്ട്. അത് ഊരി കഴിഞ്ഞാൽ ആ TCM ഊരി പോരും. ഓക്കെ, ദെൻ നമ്മൾ പഴയ നമ്മളുടെ സ്പോഞ്ച് തന്നെയാണ് വയ്ക്കുന്നത്. നമ്മൾ പുതിയതില്ല മോട്ടർ, അതുകൊണ്ട് പഴയത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടർ വയ്ക്കുക, സ്പോഞ്ച് വെച്ചതിന് ശേഷം മോട്ടർ വയ്ക്കുക. മോട്ടർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ 3 സ്ക്രൂസ് ഫിക്സ് ചെയ്യുക. നേരെ താഴെ നമ്മളുടെ പമ്പുണ്ട്. അപ്പോൾ ആദ്യം മുകളിലത്തെ സ്ക്രൂസ് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പമ്പിൻ്റെ സ്ക്രൂസ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് ഇനി ബാക്കി പമ്പിൻ്റെ സ്ക്രൂസ് നമുക്ക് ഫിക്സ് ചെയ്യാം. അത് അവിടെയും ഈ പറഞ്ഞ പോലെ സർഫസ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. സർഫസ് ക്ലീൻ ചെയ്തിട്ട് വേണം പമ്പ് കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മളുടെ ഓൾഡ് ഹാം ജോയിൻറ്റ് വെക്കുക. ഓൾഡ് ഹാം ജോയിൻറ്റ് കറക്റ്റായിട്ട് അതിനകത്ത് ഇടുക. അതിലിട്ടതിന് ശേഷം നമ്മുടെ പമ്പ് വയ്ക്കുക. പമ്പിനകത്തും ഈ പറഞ്ഞ അതിൻ്റെ ഹോൾസിലും കാര്യങ്ങളും പൊടിയും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ, ഇത്രയും ക്ലീൻ ആയിട്ട് സർഫസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. രണ്ട് സ്ക്രൂസും കണക്ട് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ക്ലച്ച് കൺട്രോൾ പിസ്റ്റൻ്റെ എൻഡിൽ വരുന്ന നമ്മളുടെ ലിവറിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷൻ ഇടുക. ദെൻ നമ്മളുടെ റിസർവോയർ, ആദ്യം നമ്മൾ അഴിച്ച റിസർവോയർ ലാസ്റ്റ് ഫിക്സ് ചെയ്യാം. ഓക്കെ, റിസർവോയറിൻ്റെ മുകളിൽ 3 സ്ക്രൂസ് ഉണ്ട്, താഴെ ഒരു സ്ക്രൂ ഉണ്ട്, അതിടാൻ മറക്കരുത്. അപ്പോൾ 4 സ്ക്രൂസും കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് താഴെയുള്ള സ്ക്രൂ കൂടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ചൈൽഡ് പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ മോട്ടോർ കംപ്ലയിൻ്റ് ആയാലും റിസർവോയർ കംപ്ലയിൻ്റ് ആയാലും TCM കംപ്ലയിൻ്റ് ആയാലും ഒക്കെ നമുക്ക് മാറാൻ സാധിക്കും. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പാർട്സ് ഒന്നും കിട്ടില്ല. ഈ ഫുൾ യൂണിറ്റ് മാറണമായിരുന്നു. അപ്പോൾ അതിന് ഒരു 1.25 ലക്ഷം രൂപ, 75,000 തുടങ്ങി 1.25 ലക്ഷം രൂപ വരെ വിലയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓരോരോ പാർട്സായിട്ട് മാറുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇനിയും ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഒഴിക്കാം. അപ്പോൾ ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ നമുക്ക് നോക്കാം. 550 ml 550 ml ആണ് ഇതിൻ്റെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആക്ച്വേറ്റർ ഓയിൽ കപ്പാസിറ്റി. ഓയിലിൻ്റെ പാർട്ട് നമ്പറാണ് നമ്മൾ മുകളിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വയറിംഗ്
കപ്ലർ കണക്ടേഴ്സ് എല്ലാം ഫിക്സ് ചെയ്യണം. അതിൻ്റെ ക്യാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്യുക. ദെൻ വയറിംഗ് എടുക്കുക. വയറിംഗ് കണക്ടേഴ്സ് എല്ലാം ഫിക്സ് ചെയ്യുക. കപ്ലേഴ്സ് ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ പിന്നും കാര്യങ്ങളൊന്നും ബെൻഡ് ആവാതെ നോക്കണം. ഒരു കാരണവശാലും പിന്ന് ബെൻഡ് ആവുമോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ മുഴുവനായിട്ട് മാറേണ്ടി വരും, അതിൽ ഒടിഞ്ഞു പോയാൽ. അപ്പോൾ കണക്ടേഴ്സ് എല്ലാം ഫിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചൈൽഡ് പാർട്സിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയാൽ അതിൻ്റെ ചൈൽഡ് പാർട്സിൻ്റെ പാർട്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഏതെല്ലാം പാർട്സ് അവൈലബിൾ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചൈൽഡ് പാർട്സ്. ഇത് AMT ഷിഫ്റ്ററിൻ്റെ സ്പെയർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മളുടെ AMT പാർട്ട് ചൈൽഡ് പാർട്ട് ഡീറ്റെയിൽസ്, AMTയുടെ ചൈൽഡ് പാർട്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹായ്. അപ്പോൾ എല്ലാവർക്കും AMT സിസ്റ്റം ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷന്റെ ഡിസ്മാൻഡ്ലിങ്ങും അസംബ്ലിങ്ങും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിൽ ഏതൊക്കെ ചൈൽഡ് പാർട്സ് നമുക്ക് മാറാൻ സാധിക്കും, ഏതൊക്കെ മാറാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വർക്ക്ഷോപ്പുകളിൽ ഏതെങ്കിലും വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാറാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് വേണം, ഒരു സ്കാൻ ടൂള് നമ്മളുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, ഒരു അത്യാവശ്യം നല്ലൊരു സ്കാൻ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, AMT സിസ്റ്റത്തിന് വരുന്ന കംപ്ലയിൻറ്റ്സ് നമുക്ക് റെക്ടിഫൈ ചെയ്ത് അതിനെ ക്ലിയർ ചെയ്ത് വിടാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സുധീഷ് സൈനിങ് ഓഫ്.